ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. PSC മുൻകാലങ്ങളിൽ ചോദിച്ച മുഴുവൻ സിനോണിംസ് ആൻഡ് ആന്റണിംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറെഡി 3 ക്ലാസ്സസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. 2018 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലാസ്റ്റ് പാർട്ടാണ്. ഇതിനു മുന്നേ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ 3 ക്ലാസ്സും നിങ്ങൾ കാണുക കേട്ടോ. അതിന് സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട് ദ ക്ലാസ്. PSC മുൻകാലങ്ങളിൽ ചോദിച്ച സിനോണിംസ് ആൻഡ് ആന്റണിംസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ചൂസ് ദ എക്സാക്ട് ഓപ്പോസിറ്റ്, അതായത് ആന്റണിം ആണ് ചോദിച്ചേക്കുന്നത്, ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തേക്കുന്ന വേർഡ് എമിഗ്രേറ്റ് ആണ് കേട്ടോ. എമിഗ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വിദേശത്തേക്ക് കുടിയേറുക, വിദേശത്തേക്ക് പോകത്തില്ലേ, അല്ലെങ്കിൽ അതാണ് വിദേശത്തേക്ക്, നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് കുടിയേറുക, അതാണ് എമിഗ്രേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കുടിയേറുക. ഓക്കെ, അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റാ ചോദിച്ചേക്കുന്നത്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എമിഗ്രേറ്റ് ആണ്. എമിഗ്രേറ്റ് മീൻസ് വിദേശത്ത് നിന്ന് സ്വദേശത്തേക്ക് വരുന്നത്, വിദേശത്ത് നിന്ന് സ്വദേശത്തേക്ക് വരുന്നത്. വരിക, സ്വദേശത്തേക്ക് വരിക. ഓക്കെ, അതാണ് ഇമിഗ്രേറ്റ്. അപ്പോൾ ഇമിഗ്രന്റ് ആരാ? കുടിയേറ്റക്കാരൻ. കുടിയേറ്റക്കാരൻ എന്നാ പറയുന്നത്. മൈഗ്രേറ്റ് എന്ന് വെച്ചാൽ ദേശാടനം. ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകത്തില്ലേ, അതാണ് ദേശാടനം, മൈഗ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എമിഗ്രേറ്റിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഇമിഗ്രേറ്റ് ആണ്. ഒരിക്കലും അത് എമിഗ്രേറ്റ് അല്ല കേട്ടോ. നിങ്ങളത് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദ വേർഡ് ദാറ്റ് ഇസ് നോട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് ഫാബുലസ്. ഫാബുലസ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിന്റെ സിനോണിം അല്ലാത്ത വേർഡ് ഏതാണെന്ന് നമുക്ക് ചൂസ് ചെയ്യണം. സോ ഫസ്റ്റ് വൺ നോക്കിക്കേ. ഫാബുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫാബുലസ് മീൻസ് അവിശ്വസനീയമായ. അതാണ് ഫാബുലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ സിനോണിം അല്ലാത്ത വേർഡാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അമേസിങ്, വളരെ മനോഹരം, അല്ലെങ്കിൽ അവിശ്വസനീയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മാർവലസും സെയിം മീനിങ് തന്നെയാണ്. ഇനി അസ്റ്റൗണ്ടിങ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡ് അല്ല. അസ്റ്റൗണ്ടിങ് എന്ന് വെച്ചാൽ വിസ്മയിപ്പിക്കുന്ന. ഓക്കെ, അസ്റ്റൗണ്ടിങ് മീൻസ് വിസ്മയിപ്പിക്കുന്ന. അപ്പോൾ മാർവലസും ഫാബുലസിന്റെ സിനോണിമാണ്. അമേസിങ്ങും വരും. ഇപ്പോൾ വരാത്തൊരു വേർഡ് ഉണ്ടെങ്കിൽ അത് പ്രൊഡിഗാലിറ്റി ആണ്. അപ്പൊ പ്രൊഡിഗാലിറ്റി മീൻസ് ധാരാളിത്തം എന്നാണ് അർത്ഥം. ധാരാളിത്തം, പ്രൊഡിഗാലിറ്റി. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പോസിറ്റ് ഓഫ് ആക്സിഡന്റൽ. ആക്സിഡന്റൽ എന്ന് വെച്ചാൽ എന്താ? ആകസ്മികമായ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അപ്രതീക്ഷിതമായ. ഓക്കെ, ഇതാണ് ആക്സിഡന്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ഇതിന്റെ ഓപ്പോസിറ്റ് ആ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം, ഓപ്പോസിറ്റ് ഏത് വരും എന്നുള്ളത്. ഡെലിബറേറ്റ്ലി എന്ന് വെച്ചാൽ എന്താ? മനഃപൂർവ്വം. നോയിങ്ലി എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല, അതാണ് നോയിങ്ലി. ഇന്റൻഷണൽ എന്ന് വെച്ചാൽ കരുതി കൂട്ടിയുള്ള. അടുത്ത് അൺആക്സിഡന്റൽ മീൻസ് ആക്സിഡന്റൽ അല്ലാത്തത്. ഓക്കെ, പക്ഷെ ഇവിടെ കറക്റ്റ് ആയിട്ട് ആക്സിഡന്റൽ എന്ന് പറയുന്ന ഈ ഒരു വേർഡിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് അത് ഇന്റൻഷണൽ ആണ് കേട്ടോ. അപ്പോൾ ആക്സിഡന്റൽ മീൻസ് അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ ആകസ്മികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇന്റൻഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യമാണ് ഇന്റൻഷണൽ. സോ അതുകൊണ്ട് ആക്സിഡന്റലിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് മീനിങ് എന്ന് പറയുന്നത് ഇന്റൻഷണൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
പിക്ക് ഔട്ട് ദ സിനോണിം ഓഫ് വെറ്റ്. വെറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. വെറ്റ് മീൻസ് വാട്ട്? മൂർച്ചപ്പെടുത്തുക. മൂർച്ചപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ വേർഡ് മീനിങ് കേട്ടോ. മൂർച്ചപ്പെടുത്തുക. അപ്പൊ ഇതിന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ സിനോണിം ഏതായിരിക്കും? മൂർച്ചപ്പെടുത്തുക മീൻസ് ഓഫ് കോഴ്സ് അത് ഷാർപ്പൺ ആയിരിക്കും. ഷാർപ്പൺ. ഓക്കെ. കിൽ വരോ? ഇല്ല. ബ്രെത്ത്? നോ. സ്ക്രാപ്പ്? സ്ക്രാപ്പ്, സ്ക്രേപ്പ്. സ്ക്രേപ്പ് എന്ന് വെച്ചാല് ഇതിന്റെ വേർഡ് മീനിങ് മിനുസപ്പെടുത്തുക എന്നാണ്. മിനുസപ്പെടുത്തുക. മിനുസപ്പെടുത്തുക. ഇതാണ് സ്ക്രേപ്പ്. ഇവിടുത്തെ കേസിൽ മൂർച്ചപ്പെടുത്തുക എന്ന് പറയുന്ന എക്സാക്ട് മീനിങ് വരുന്നത് ഷാർപ്പൺ ആണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ദിവസം നോക്കിക്കേ. പിക്ക് ഔട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് പെയിൽ. പെയിൽ എന്ന് പറയുന്ന വേർഡിന്റെ ആന്റോണിം ആണ് ചോദിച്ചേക്കുന്നത്. പെയിൽ മീൻസ് എന്താണ്? പെയിൽ മീൻസ് നമ്മൾ പറയാറില്ലേ വളരെ വിളറിയ മുഖം എന്നൊക്കെ. പെയിൽ ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്? വിളറിയ മുഖം. അപ്പൊ വിളറിയ. ഓക്കെ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ. ഫോളി എന്ന് വെച്ചാൽ എന്താ? ഫോളി മീൻസ് വിഡ്ഢിത്തം, മണ്ടത്തരം. വിഡ്ഢിത്തം. അടുത്ത് സോസി മീൻസ് വിദഗ്ധമുള്ള. വിദഗ്ധമായത്. ഷാഡി അറിയാലോ, ഒരു തണൽ എന്നാണ് അതിന്റെ മീനിങ്. ഷാഡി തണലുള്ള. റെഡി മീൻസ് നല്ല തുടുത്ത് ചുവന്ന മുഖം എന്ന് നമ്മൾ പറയത്തില്ലേ? തുടുത്ത് ചുവന്ന, അതാണ് റെഡി മീൻസ് കേട്ടോ. തുടുത്ത് ചുവന്ന. ഓക്കെ. സോ ഇവിടെ പെയിലിന്റെ ഓപ്പോസിറ്റ് കിട്ടിയില്ലേ? റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വേർഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് അലേർട്ട്. അലേർട്ട് എന്ന് പറയുന്ന വേർഡിന്റെ നിയറസ്റ്റ് മീനിങ്ങിൽ വരുന്ന വേർഡ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അലേർട്ട് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? അലേർട്ട് മീൻസ് ജാഗ്രത. അലേർട്ട് മീൻസ് ജാഗ്രത. അപ്പോൾ അതിന്റെ കറക്റ്റ് എക്സാക്ട് മീനിങ് വരുന്ന വേർഡ് എന്ന് പറയുന്നത് ആക്ച്വലി വാച്ച്ഫുൾ ആണ് കേട്ടോ. ഒബ്സർവന്റ് അല്ല, എനർജറ്റിക് അല്ല, ഇന്റലിജന്റും അല്ല. വാച്ച്ഫുൾ ആണ്. വാച്ച്ഫുൾ എന്ന് വെച്ചാൽ ജാഗ്രത എന്നാണ് മീനിങ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് അസംബിൾ. അസംബിൾ എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ്. അസംബിൾ ചെയ്യുക മീൻസ് സമ്മേളിക്കുക. നമുക്കറിയാം അസംബ്ലി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? സമ്മേളിക്കുകയാണ് അല്ലെ? അപ്പൊ അസംബിൾ മീൻസ് സമ്മേളിക്കുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക എന്നൊക്കെയാണ്. സമ്മേളിക്കുക. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഡിസ്പോസ് എന്ന് വെച്ചാൽ എന്താ? ഡിസ്പോസ് എന്താണ്? ക്രമീകരിക്കുക. അപ്പൊ ആ വേർഡ് അല്ല. ഡിസ്പേഴ്സ് എന്താണ്? ഡിസ്പേഴ്സ് അറിയില്ല. ചിതറുക. ഡിസ്പേഴ്സ് മീൻസ് ചിതറുക. ഡിസ്പെൻസ് എന്ന് വെച്ചാല് ഡിസ്പെൻസ് മീൻസ് നൽകുക അല്ലെങ്കിൽ നടപ്പാക്കുക. ഓക്കെ. ഡിസ്പ്ലേസ് എന്താ? സ്ഥലം മാറ്റുക. സ്ഥലം മാറ്റുക അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് നീക്കുക. ജോലിയിൽ നിന്ന് നീക്കുക. അപ്പൊ ഇവിടെ അസംബിളിന്റെ ഓപ്പോസിറ്റ് വേർഡ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അസംബിൾ മീൻസ് സമ്മേളിക്കുക. അപ്പൊ ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പറഞ്ഞേ. ഡിസ്പേഴ്സ് ആയിരിക്കും. ചിതറുക. ഓക്കെ. ഒന്ന് ചേരുന്നത് അസംബിൾ. ചിതറുന്നത് മീൻസ് സെപ്പറേറ്റ് ആവുന്നത് ഡിസ്പേഴ്സ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ആന്റണിം ഓഫ് ഡിസ്ട്രോയ്. ഡിസ്ട്രോയ് എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്ട്രോയ് മീൻസ് നശിപ്പിക്കുക. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ബിൽഡ് ആണ്. നിർമ്മിക്കുക കേട്ടോ. ഓക്കെ. എസ്റ്റാബ്ലിഷ് എന്ന് വെച്ചാൽ എന്താണ്? സ്ഥാപിക്കുക. ഓക്കെ. നെക്സ്റ്റ്. സിനോണിം ഓഫ് ഡിസ്മൽ. ഡിസ്മൽ എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിം ആണ് ചോദിച്ചേക്കുന്നത്. ഡിസ്മൽ മീൻസ് ശോകമുഖമായ, വളരെ മൂടിയായിട്ടിരിക്കത്തില്ല, അതാണ് കേട്ടോ. ഡിസ്മൽ മീൻസ് ശോകമുഖമായ. ഓക്കെ. അതിന്റെ
ആന്റണിം എന്ന് പറയുന്നത്, ഇതിന്റെ ആന്റണിം എന്താ? ചിയർഫുൾ ആണ് കേട്ടോ. ഇതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയുന്നത് ചിയർഫുൾ, വളരെ ഹാപ്പി ആയിട്ട് ചിൽ ആയിട്ടിരിക്കും, ചിയർഫുൾ. ഓക്കെ, അപ്പൊ സിനോണിം ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ എൻ ആണ് വരുന്നത്. ഓക്കെ ഫൈൻ. ശോകമുഖമായ, ഡിസ്മാൾ മീൻസ് ശോകമുഖമായ. അപ്പൊ ചിയർഫുൾ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ്. ഹാപ്പി ഓഫ് കോഴ്സ് ഓപ്പോസിറ്റ് വേർഡ് ആണ്. തോട്ട്ഫുൾ വളരെ ചിന്താകുലമായിട്ടിരിക്കുന്നത്. അതുമല്ല ഗ്ലൂമി, ഗ്ലൂമി ആണ്. ഗ്ലൂമി മീൻസ് എന്താണ്? വളരെ ഗ്ലൂമി ആയിട്ടിരിക്കും നമ്മൾ പറയത്തില്ലേ, വളരെ ശോകത്തോടുകൂടെ ഇരിക്കുന്നത്. സോ ആൻസർ കിട്ടി, ഓപ്ഷൻ ഡി, ഗ്ലൂമി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആന്റണിം ഓഫ് ദ വേർഡ് ഇഡിയസി. ഇഡിയസി നമ്മൾ എങ്ങനെ റീഡ് ചെയ്യുന്നതിന്? ഇഡിയസി. ഇഡിയസി എന്ന് പറയുന്ന വേർഡിന്റെ ആന്റണിം, ഓപ്പോസിറ്റ് വേർഡ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താണ് ഇഡിയസി എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്? ഇഡിയസി മീൻസ് അവിവേകം, അവിവേകം അല്ലെങ്കിൽ ബുദ്ധിശൂന്യത. ഓക്കെ, ദെൻ ഇതിന്റെ ആന്റണിം, അതായത് ഓപ്പോസിറ്റ് വേർഡ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അവിവേകത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയുന്നത് വിവേകം അല്ലേ? അപ്പൊ നോക്കാം. ഫുളിഷ്നെസ് എന്ന് പറയുന്നത് എന്താണ്? മണ്ടത്തരം, വിഡ്ഢിത്തം. ഫുളിഷ്നെസ് മീൻസ് വിഡ്ഢിത്തം അല്ലെങ്കിൽ മണ്ടത്തരം എന്നതാണ് ഫൂളിഷ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റുപ്പിഡിറ്റി എന്ന് പറയുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക് അർത്ഥം, അതായത് മൂഢത്വം, മണ്ടത്തരം തന്നെയാണ് വേർഡ് മീനിങ് എന്ന് പറയുന്നത്. മീൻസ് സഗാസിറ്റി, സഗാസിറ്റി എന്ന് വെച്ചാൽ വിവേകം എന്നാണ് അർത്ഥം. സഗാസിറ്റി മീൻസ് വിവേകം. ഓക്കെ, വിവേകം അല്ലെങ്കിൽ തീഷ്ണ ബുദ്ധി, വളരെ കൂർമ്മ ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, തീഷ്ണ ബുദ്ധി കേട്ടോ. കിക്സോട്രി, കിക്സെട്രി ഇതിനെ വിളിക്കുന്നത്, ഇതിന് പ്രൊനൗൺസ് ചെയ്യുന്നത് കിക്സെട്രി എന്നാണ്. കിക്സെട്രി, കിക്സെട്രി എന്ന് വെച്ചാൽ അപ്രായോഗികമായ, അപ്രായോഗികമായ അതായത് പ്രായോഗികമല്ലാത്തത്, അപ്രായോഗികമായ. ഓക്കെ, സോ കിട്ടിയില്ലേ? ഇഡിയസി എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയുന്നത് ഏതാണ്? സഗാസിറ്റി. ഇതാണ് സഗാസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആന്റണിം ഓഫ് മോർട്ടൽ. മോർട്ടൽ എന്ന് പറയുന്ന വേർഡിന്റെ ആന്റണിം മീൻസ് ഓപ്പോസിറ്റ് വേർഡ് ആണ്. മോർട്ടൽ മീൻസ് നശ്വരം അല്ലെ, നശ്വരം അല്ലെങ്കിൽ മരണമായ, മരണമുള്ളത്, അതാണ് മോർട്ടൽ എന്ന് പറയുന്നത്, മരണമുള്ളത്. ഓക്കെ, ദെൻ ഇതിന്റെ ഓപ്പോസിറ്റ് ആ ചോദിച്ചേക്കുന്നത്. കിട്ടി. മോർട്ടലിന്റെ ഓപ്പോസിറ്റ് ഓഫ് കോഴ്സ് അത് ഇമ്മോർട്ടൽ ആണ്. ഇമ്മോർട്ടൽ മീൻസ് മരണമില്ലാത്തത്, മരണമില്ലാത്തത്. എന്താണ്? മരണമില്ലാത്തൊരവസ്ഥയില്ലേ, അതാണ് ഇമ്മോർട്ടൽ എന്ന് പറയുന്നത്. മരണമില്ലാത്തത്, അനശ്വരം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പോസിറ്റ് ഓഫ് ഗ്രീവ്. ഗ്രീവ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് ചോദിച്ചേക്കുന്നത്. ഗ്രീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രീവ് മീൻസ് വേദനിപ്പിക്കുക. എന്താണ്? വേദനിപ്പിക്കുക, വേദനിപ്പിക്കുക, ഗ്രീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? നോക്കാം. അഡ്മയർ ആണോ? അഡ്മയർ മീൻസ് ആദരിക്കുക, ആദരിക്കുക. അഡ്മയർ മീൻസ് ആദരിക്കുക, അപ്പൊ അതാണോ? അതല്ല. നെക്സ്റ്റ്, ക്രിട്ടിസൈസ് ചെയ്യുക. അത് നമുക്കറിയാമല്ലോ, ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത്. അടുത്ത റിജോയ്സ്. റിജോയ്സ് മീൻസ് ആനന്ദിക്കുക, ആനന്ദിക്കുക കേട്ടോ. ആനന്ദിക്കുക എന്നുള്ളതാണ് റിജോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അമെൻഡിന്റെ വേർഡ് മീനിങ് എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും അമെൻഡിന്റെ വേർഡ് മീനിങ് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ കേട്ടോ. സോ ഇവിടുത്തെ ആൻസർ റിജോയ്സ് ആണ് കേട്ടോ, റിജോയ്സ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആന്റണിം ഓഫ് കമ്പൽസറി. കമ്പൽസറിന്റെ ആന്റണിം ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? കമ്പൽസറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിർബന്ധമായും, ഉറപ്പായും ചെയ്യേണ്ട കാര്യം, നിർബന്ധമായും, ഇവിടെ നമ്മുടെ ഇഷ്ടവും ഇഷ്ടക്കേടൊന്നും നോക്കത്തില്ല, നിർബന്ധമായും ചെയ്യേണ്ടവ എന്ന് പറയത്തില്ല. ഇതാണ് കമ്പൽസറി എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? വോളണ്ടറി ആണ്. വോളണ്ടറി എന്ന് വെച്ചാൽ നമ്മൾ കമ്പൽസറി അല്ല, മീൻസ് സ്വമേധ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നുള്ളതാണ്. അതായത് സ്വമേധാലയുള്ള, സ്വമേധാലയുള്ള
മീൻസ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. സോ വോളണ്ടറി ആണ് കേട്ടോ. ഒക്കേഷണൽ എന്ന് വെച്ചാൽ വല്ലപ്പോഴും. ഓക്കെ. അപ്പോൾ കമ്പൽസറിന്റെ ഓപ്പോസിറ്റ് അൺകമ്പൽസറി അല്ല, ഇൻകമ്പൽസറി അല്ല. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് ആ ഓപ്ഷൻസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, വോളണ്ടറി ആണ് കേട്ടോ. അടുത്ത ദിവസം നോക്കിക്കേ. ചൂസ് ദ സിനോണിം ഓഫ് എംബസിൽ. എംബസിൽ എന്ന് പറയുന്നത്, ഈ എംബസിൽ എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. എംബസിൽ മീൻസ് എന്താണ്? പണം അപഹരിക്കുക. പണം അപഹരിക്കുക എന്നതാണ് അതിന്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത്. മിസ്അപ്രോപ്രിയേറ്റ് എന്ന് വെച്ചാൽ അപഹരിക്കുക എന്നുള്ളതാണ്. അപഹരിക്കുക. ബാലൻസ് മീനിങ് അറിയാം, ക്ലിയർ അറിയാം. റെമ്യൂണറേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്രതിഫലം നൽകുക. അപ്പൊ ഇതല്ല, ഇതുമല്ല. ആൻസർ ഇതാണ്, മിസ്അപ്രോപ്രിയേറ്റ് ആണ്, അപഹരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആന്റണിം ഓഫ് ക്വിസന്റ്. ക്വിസന്റ് എന്ന് പറയുന്ന വേർഡിന്റെ ആന്റണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വിസന്റ് മീൻസ് വളരെ ശാന്തമായത് കേട്ടോ, ശാന്തമായത്. സോ ഇതിന്റെ ആന്റണിം ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ഡോർമെന്റ്. ഡോർമെന്റ് മീൻസ് നിഷ്ക്രിയമായിട്ടിരിക്കത്തില്ലേ, നിഷ്ക്രിയമായത് ആണ് ഡോർമെന്റ്. ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളരെ സജീവമായി. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡോർമെന്റ്. ആക്റ്റീവ്, ഡോർമെന്റ്. സജീവമായത്. വീക്ക് അറിയാലോ, വീക്ക് മീനിങ് അറിയാം. നാറ്റീവും അറിയാം. നാറ്റീവ് മീൻസ് ദേശവാസി, നമ്മുടെ സ്വന്തം ദേശവാസി എന്ന് പറയാം. വേറൊരു മീനിങ് ഉണ്ട്, അകൃത്രിമമായ. മീൻസ് കൃത്രിമൊന്നും ഇല്ലാത്തത്. സോ ഇവിടെ ക്വിസന്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്, ക്വിസന്റ് മീൻസ് വളരെ ശാന്തമായത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? സജീവമായത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. സോ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് നോക്കിയിട്ടുണ്ട്. അല്ല, 15 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാണേ. സോറി, 2 ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ കഴിഞ്ഞെന്ന് കരുതി. നോക്കിക്കേ. നമ്പർ 16, ഫൈൻഡ് ദ സിനോണിം ഓഫ് ദ വേർഡ് ഫ്യൂഡ്. ഫ്യൂഡ് എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിം ആണ് ചോദിച്ചേക്കുന്നത്. ഫ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂഡ് മീൻസ് ക്വാരൽ എന്നാണ് കേട്ടോ. മീൻസ് വഴക്കിടത്തില്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത്. വഴക്കിടുക, പിണങ്ങുക, അതാണ് അവന്റെ വേർഡ് മീനിങ്. അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ആണ് ഉദ്ദേശിച്ചത്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സോ നോക്കി, ക്വാരൽ ആണ് വരുന്നത് കേട്ടോ. ക്വാരൽ മീൻസ് വഴക്ക്. റീസെന്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ദിവസം നോക്കിക്കേ. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹെർ ഹെൽത്ത് ഓൾവേസ് ബീൻ വെരി ഫ്രഗൈൽ. പിക്ക് ഔട്ട് ദ വേർഡ് ദാറ്റ് ഇസ് സിമിലർ മീനിങ് ടു ദ അണ്ടർലൈൻഡ് വേർഡ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തേക്കുന്ന വേർഡിന്റെ സിമിലർ മീനിങ് ആണ് ചോദിച്ചേക്കുന്നത്. ഫ്രഗൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫ്രഗൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അവശയായ, ദുർബലമായ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് ഫ്രഗൈൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിമിലർ ആയിട്ട് വരുന്ന വേർഡാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്ന് പറഞ്ഞാൽ PSC കൊടുത്തേക്കുന്ന ആൻസർ ഫീബിൾ ആണ് കേട്ടോ. ഫീബിൾ മീൻസ് അവശയായ. ഓക്കെ. ഫിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളരെ തരളമായ, വളരെ സോഫ്റ്റ് ആയ, തരളമായ. ഫെസൈൽ എന്ന് വെച്ചാൽ എന്താണ്? സുഗമമായ. ഓക്കെ. ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസിൽ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഫീബിൾ ആണ് കേട്ടോ. ഓക്കെ. സോ താങ്ക് യു. നമ്മുടെ ഒരു സീരീസ് കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. സിനോണിംസ് ആൻഡ് ആന്റണിംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിയാണ്. ഇത് ലാസ്റ്റ് പാർട്ടാണ്. നിങ്ങൾ 4 പാർട്ടും കാണുക. ഈ 4 പാർട്ടിന്റെയും PDF നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനൽ എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജോ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, take care. Bye.